ദുബായിൽ ഡോക്ടേഴ്സിനെക്കാളും എഞ്ചിനീയറിനെക്കാളും കൂടുതൽ സാലറി ഒരു ക്ലീനർക്ക് കിട്ടുന്നതാണെന്ന് വിശ്വസിക്കും. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഓഫീസ് ക്ലീൻ ചെയ്യാവുന്ന ക്ലീനറാണ്. ആ ഒരു ബംഗ്ലാദേശുകാരനാണ്. അരമണിക്കൂറാണ് ഒരു ദിവസം ഓഫീസ് ക്ലീൻ ചെയ്യുന്നത്. 1500 ദിർഹംസാണ് ഒരു മാസം കൊടുക്കുന്നത്. എല്ലാ ദിവസം പുള്ളി ഒരു 30 ദിവസം വന്ന് ക്ലീൻ ചെയ്യും. 1500 മാസം, അരമണിക്കൂർ മതി ക്ലീൻ ചെയ്യാം. ഒരു ഓഫീസിൽ നിന്ന് 1500, അങ്ങനെ 10 ഓഫീസിൽ പുള്ളി ക്ലീൻ ചെയ്യുന്നു. 15,000 ദിർഹംസാണ് ഒരു മാസം പുള്ളി ഉണ്ടാക്കുന്നത്. അതുകൂടാതെ പുള്ളിക്ക് ഡെയിലി ജോബും ഉണ്ട്. ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് പുള്ളി ഈ ഓഫീസുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. 15,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇപ്പോഴത്തെ 3.5 ലക്ഷം രൂപയാണ് മാസം പുള്ളി ഉണ്ടാക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദുബായിൽ വന്ന് ജോലിയില്ല, ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളും ദാരിദ്ര്യവും പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മൾ പഠിച്ചതേ ചെയ്യുള്ളൂ, ഞാൻ ഈ ജോലിക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അത് കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നവർക്ക് ദുബായ് എന്ന് പറയുന്നത് എന്നൊരു സ്വർഗ്ഗമാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഇതേ ആൾക്കാർ ദുബായിൽ വന്നിട്ട് പണിയൊന്നും എടുക്കില്ല. എന്നിട്ട് ഈ ആൾക്കാർ കാനഡയിലോ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് അവിടുത്തെ പാത്രം ക്ലീൻ ചെയ്യാനും ഹോട്ടലിൽ പോയി വർക്ക് ചെയ്യാനൊക്കെ റെഡിയാണ്. ദുബായിലേക്ക് വരുമ്പോൾ ഞാൻ പഠിച്ച് ജോലി ചെയ്യുള്ളൂ, ഇത്ര സാലറി എനിക്ക് വേണം. ഇവിടെ സാലറി അല്ല, ഇവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ അൺലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്ലീനർ, ബംഗ്ലാദേശുകാരൻ ക്ലീനർക്ക് അയാളുടെ ഫ്രീ ടൈമിന് 15,000 ദിർഹംസ് മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഠിപ്പും വിവരമുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള യൂത്തിന് ഇതൊന്നും സാധിക്കും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നമ്മുടെ കോംപ്ലക്സ് ആണ്. നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതേ പറ്റുള്ളൂ, ഞാൻ അതിനെ പോവുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഇറങ്ങി പണിയെടുക്കുക.